ഏത് ഭവനം ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിൽ ഒക്കെയും മോശെ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. എബ്രായലേഖനം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്ന നിത്യഭവനത്തിൽ പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ധൈര്യവും പ്രത്യാശയും നാം അവസാനത്തോളം മുറുകെ പിടിച്ച് ജീവിച്ചാൽ ആ നിത്യഭവനത്തിൽ നമുക്ക് പ്രവേശിക്കാം. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.